പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. കെ സുധാകരൻ KPCC അധ്യക്ഷൻ. ഗ്രൂപ്പുകൾക്ക് അതീതമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കെ സുധാകരൻ. 3 മാസത്തിനുള്ളിൽ പുനഃസംഘടന. അഭിപ്രായ ഭിന്നതകൾ മറികടന്ന് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുമെന്നും കെ സുധാകരൻ 24നോട്. കൊടിക്കുന്നിൽ സുരേഷും PT തോമസും T സിദ്ദിഖും KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ KV തോമസിനെ ഒഴിവാക്കി. കെ സുധാകരനെ KPCC അധ്യക്ഷനാക്കിയ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിച്ച് ഗ്രൂപ്പുകൾ. പിന്തുണയറിയിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. പടിയിറക്കം ചാരിതാർത്ഥ്യത്തോടെയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കെ സുധാകരനെ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ്. ദിശാബോധമുള്ള നേതാവെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞു. 15,567 പുതിയ രോഗികളും 124 മരണവും. 20,019 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി 14.15%. മുട്ടിൽ മരമുറി ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം. കൊള്ളയ്ക്ക് സർക്കാർ കൂട്ടുനിന്നെന്ന് VD സതീശൻ. വനം മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും പ്രതിപക്ഷ നേതാവ്. അന്വേഷണ ഉദ്യോഗസ്ഥനെത്തിയത് വനം കൊള്ളക്കാരുടെ അകമ്പടിയോടെയെന്ന് PT തോമസ്. UDF സംഘം മുട്ടിലിലേക്ക്. മുട്ടിൽ മരമുറിയിൽ പ്രതികൾ രക്ഷപ്പെടില്ലെന്നും സ്വതന്ത്ര ഏജൻസികളുടെ അന്വേഷണമാകാമെന്നും വനം മന്ത്രി. റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് വനം കൊള്ളക്കാർ ദുർവ്യാഖ്യാനം ചെയ്തു. വനസംരക്ഷണമാണ് സർക്കാർ നയമെന്നും AK ശശീന്ദ്രൻ. മുട്ടിൽ വനം കൊള്ളയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം മരമുറി നടന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തി. മരം മുറിച്ചു മാറ്റിയതിന്റെ തെളിവുകൾ ശേഖരിക്കുമെന്ന് ഡിവൈഎസ്പി VV ബെന്നി 24നോട്. ആദിവാസികളെ കബളിപ്പിച്ചെന്ന ആരോപണങ്ങളും അന്വേഷിക്കും. മുട്ടിൽ മോഡൽ മരമുറി കാസർഗോട്ടും. പട്ടയഭൂമിയിൽ നിന്ന് ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ മുറിക്കാമെന്ന ഉത്തരവ് മറയാക്കി കൊള്ള. കാസർഗോഡ് റേഞ്ചിൽ 6ഉം കാഞ്ഞങ്ങാട് റേഞ്ചിൽ 2 കേസുകളും വനംവകുപ്പ് രജിസ്റ്റർ ചെയ്തു. വനംവകുപ്പ് വിജിലൻസ് അന്വേഷണം തുടങ്ങി. മുട്ടൽ മരമുറി കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരംവെട്ട് കരാറുകാരൻ ഹംസ. പ്രതികളോടൊപ്പം ആരോപണ വിധേയനായ ഫോറസ്റ്റ് കൺസർവേറ്റർ MT സാജനെ കണ്ടു. കേസ് അട്ടിമറിക്കാൻ സാജനും പ്രതികളും ഒത്തുകളിച്ചതായും ഹംസ 24നോട്. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ മഞ്ചേശ്വരത്ത് BSP സ്ഥാനാർത്ഥിക്ക് കോഴ നൽകിയെന്ന കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. K സുരേന്ദ്രൻ പ്രതിയായ കോഴക്കേസിന്റെ അന്വേഷണ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPക്ക്. K സുന്ദരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കും. CK ജാനുവിന് K സുരേന്ദ്രൻ പണം നൽകിയെന്ന ആരോപണത്തിൽ കൂടുതൽ തെളിവുകളുമായി പ്രസീത അഴീക്കോട്. K സുരേന്ദ്രന്റെ സെക്രട്ടറിയുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവിട്ടു. തിരുവനന്തപുരം ഹൊറൈസൺ ഹോട്ടലിലെ 503 നമ്പർ മുറിയിലെത്താൻ ആവശ്യപ്പെടുന്നത് ശബ്ദരേഖയിൽ. ഹോട്ടൽ മുറിയിൽ വെച്ച് CK ജാനുവിന് പണം കൈമാറിയെന്ന് പ്രസീതയുടെ ആരോപണം. നിയമപരമായി നേരിടുമെന്ന് CK ജാനു. കൊടകര കള്ളപ്പണ കേസ് അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുക്കും. IRS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള കൊച്ചിയിലെ സംഘത്തിന് ചുമതല. കണ്ടെടുത്ത പണം തിരികെ കിട്ടാൻ കോടതിയെ സമീപിച്ച് ധർമ്മരാജൻ. പണം ഡൽഹിയിലെ മാർവാടി തന്നതെന്ന് ധർമ്മരാജൻ കോടതിയിൽ. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ റെയ്ഡ് വിവരങ്ങൾ 2 പോലീസ് ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയെന്ന് വിവരം. പ്രത്യേക അന്വേഷണ സംഘത്തിലെ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും. കണ്ണൂരിലും കോഴിക്കോട്ടും റെയ്ഡ് നടത്തുന്ന വിവരമാണ് ചോർത്തി നൽകിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് പണം മാറ്റിയെന്ന് സൂചന. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഡൽഹിയിൽ. നാളെ ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച. നാളെ BL സന്തോഷ്, JP നദ്ദ എന്നിവരുമായി K സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്കുകൾ 1 ലക്ഷത്തിൽ താഴെയെത്തി. പ്രതിദിന കണക്കുകൾ 1 ലക്ഷത്തിൽ താഴുന്നത് 2 മാസത്തിനിടെ ഇതാദ്യം. 24 മണിക്കൂറുടെ 86,498 പുതിയ രോഗികളും 2,123 മരണവും. രോഗമുക്തി നിരക്ക് 94% കടന്നു. കോവിഡ് മൂലം അനാഥരായ കുട്ടികളുടെ വിഷയത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. മാർച്ച് 20 ശേഷം കുട്ടികളെ സംസ്ഥാന സർക്കാർ കണ്ടെത്തണമെന്ന് നിർദ്ദേശം. കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം സംസ്ഥാന സർക്കാരുകൾ ഉറപ്പുവരുത്തണമെന്നും സുപ്രീംകോടതി. സ്വകാര്യ ആശുപത്രികളിൽ വാക്സിനുകൾ ഈടാക്കാവുന്ന പരമാവധി വില നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. സർക്കാർ ഉത്തരവ് പ്രകാരം കോവിഷീൽഡ് വാക്സിൻ 780 രൂപയും കോവാക്സിന് 1410 രൂപയും റഷ്യൻ നിർമ്മിത സ്പുട്നിക് V വാക്സിൻ 1145 രൂപയും ഈടാക്കാം. 150 രൂപ സർവീസ് ചാർജ്, നികുതി എന്നിവ ഉൾപ്പെടെയാണ് നിരക്ക്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ 20 കുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അധ്യാപകന് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് കുട്ടികളിൽ നടത്തിയ പരിശോധനയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കുട്ടികളെ ക്വാറന്റീനിലേക്ക് മാറ്റിയെന്നും മറ്റുള്ളവർ നിരീക്ഷണത്തിലാണെന്നും സ്കൂൾ അധികൃതർ. പാറ്റൂർ കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളി. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് കോടതി ശരിവെച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ചീഫ് സെക്രട്ടറിയായ NK ഭരത് ഭൂഷൺ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി.
സംസ്ഥാനത്ത് ഓൺലൈൻ അധ്യയനം തുടരേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി. ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കും. ഓൺലൈൻ ക്ലാസ് എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കാൻ നടപടിയെടുക്കും. പഠനോപകരണം വാങ്ങാൻ വിദ്യാർത്ഥികളെ സർക്കാർ സഹായിക്കുമെന്നും പിണറായി വിജയൻ. EMCC കരാർ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിരുന്നില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. ധാരണാപത്രം പിന്നീട് റദ്ദാക്കിയെന്നും കരാർ ഒപ്പുവച്ചിട്ടില്ലെന്നും മന്ത്രി പി രാജീവ് നിയമസഭയിൽ. അസെന്റ് 2020 ഒപ്പിട്ട ധാരണാപത്രങ്ങളും താത്പര്യപത്രങ്ങളും മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും വ്യവസായ മന്ത്രി. ലോക്ഡൌൺ പ്രതിസന്ധിയെ തുടർന്ന് വായ്പാ കുടിശ്ശികയ്ക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചു. നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. ബാങ്കുകളുടെ യോഗം വിളിക്കുന്നത് പരിഗണിക്കുമെന്നും ധനമന്ത്രി. കൊച്ചി വൈറ്റിലയിൽ കാറുകളുടെ മത്സരയോട്ടത്തിനിടെ അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വൈറ്റില ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ മരിച്ചത് ജിമ്മി ചെറിയാൻ. അപകടമുണ്ടായത് മത്സരയോട്ടത്തിനിടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച്. സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കില്ലെന്ന് ധനമന്ത്രി. സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കില്ല. കോവിഡ് വ്യാപനം സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം കുറച്ചു. ക്ലിഫ് ഹൌസ് മോടി പിടിപ്പിച്ചത് ധൂർത്തല്ലെന്നും KN ബാലഗോപാൽ നിയമസഭയിൽ. RSSനോട് ഒത്തുതീർപ്പ് നടത്തുന്ന നേതാവാണ് K സുധാകരനെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സുധാകരൻ നേതൃത്വത്തിലെത്തുന്നത് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ പെൺകുട്ടിയെ പൂട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ്. പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ മാർട്ടിൻ ജോസഫിന് പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. മുൻകൂർ ജാമ്യം തേടി പ്രതി ഹൈക്കോടതിയിൽ. പ്രതിയെപ്പറ്റി സൂചന ലഭിച്ചെന്ന് പോലീസ്. യുവതിയെ ശരീരമാസകലം പൊള്ളിച്ച ദൃശ്യങ്ങൾ പുറത്ത്. ബ്യൂട്ടി പാർലർ വെടിവയ്പ് കേസിൽ അധോലോക കുറ്റവാളി രവി പൂജാരിയെ ഈ മാസം 22 വരെ റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്ന് അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലുമായി രവി പൂജാരി പൂർണ്ണമായി സഹകരിച്ചെന്നും അന്വേഷണ സംഘം കോടതിയിൽ. ATS സംഘം രവി പൂജാരിയെ രാത്രി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും. ഇന്ത്യക്കാർക്ക് നേരിട്ടുള്ള പ്രവേശന വിലക്ക് നീട്ടി UAE. ജൂലൈ 6 വരെ ഇന്ത്യക്കാർക്ക് നേരിട്ട് UAEയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഗൾഫിലേക്ക് മടങ്ങാനിരിക്കുന്ന 10,000-കണക്കിന് പ്രവാസികൾക്ക് പ്രതിസന്ധി. K സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നതിനെ ചൊല്ലി കോഴിക്കോട് BJP ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വാക്കേറ്റം. ജില്ലാ കമ്മിറ്റി സംസ്ഥാന അധ്യക്ഷനെ പിന്തുണച്ചില്ലെന്ന് ഔദ്യോഗിക പക്ഷം ആരോപിച്ചതാണ് വാക്കേറ്റത്തിൽ കലാശിച്ചത്. പ്രസ്ഥാനത്തിനൊപ്പമാണെന്നും വ്യക്തിക്കൊപ്പമല്ലെന്നും ജില്ലയിലെ നേതാക്കൾ പ്രചരിപ്പിച്ചെന്ന ഔദ്യോഗിക പക്ഷം. മഞ്ചേശ്വരത്ത് K സുന്ദര നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് സ്വമേധയായെന്ന് കാസർഗോഡ് BJP ജില്ലാ പ്രസിഡന്റ് K ശ്രീകാന്ത്. BJPയെ പൊതുജന മധ്യത്തിൽ താറടിക്കാനുള്ള നീക്കമാണ് മഞ്ചേശ്വരം കേസിന് പിന്നിൽ. 10-ാം തീയതി BJPയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും K ശ്രീകാന്ത്. ഓഗസ്റ്റ് 1 കുതിരാൻ തുരങ്കത്തിന്റെ 1 ടണൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. തുരങ്ക നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ തുരങ്കപാത തുറക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുമായി കാലാവസ്ഥാ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൽ വെള്ളിയാഴ്ച ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും. വെള്ളി ശനി ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. വ്യാഴം മുതൽ ശനി വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ലക്ഷദ്വീപിലെ ഭക്ഷ്യക്ഷാമത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. അമിനി സ്വദേശി KK നാസിയാണ് പരാതിക്കാരൻ. ലോക്ഡൌൺ മൂലം 80% ആളുകളും പട്ടിണിയിലാണെന്നും ഭക്ഷ്യക്കിറ്റ് ലഭ്യമാക്കാൻ ലക്ഷദ്വീപ് ഭരണകൂടത്തോട് ആവശ്യപ്പെടണമെന്നും ഹർജിയിൽ ആവശ്യം. കുപ്രസിദ്ധ കുറ്റവാളി കാര രതീഷിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടരുതെന്ന ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് കൊലപാതക ശ്രമക്കേസിലെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. മിന്നൽ മുരളി സിനിമാ സെറ്റ് തകർത്തതടക്കം 29 പരം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കാര രതീഷ്. കോവിഡ് പ്രതിരോധത്തിന് ഹോമിയോ ഡോക്ടേഴ്സിന് മരുന്ന് നിർദ്ദേശിക്കാമെന്ന് ഹൈക്കോടതി. ആയുഷ് മന്ത്രാലയത്തിന്റെ ഉത്തരവ് പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം. നടപടി തിരുവനന്തപുരം സ്വദേശി നൽകിയ ഹർജിയിൽ. സംസ്ഥാനത്തെ എല്ലാ സെൻട്രൽ ജയിലുകളിലും ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന ചികിത്സാ സൗകര്യം സെൻട്രൽ ജയിലുകളിലും ഉറപ്പാക്കും. എല്ലാ ജയിലുകളിലും ടെലിമെഡിസിൻ സൗകര്യം ഏർപ്പെടുത്തും. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ തടവുകാർക്ക് പ്രത്യേക ചികിത്സാ സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളായി ഡോക്ടർ V ശിവദാസനും ജോൺ ബ്രിട്ടാസും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുസ്ലിം ലീഗിൽ നിന്ന് PV അബ്ദുൽ വഹാബ് സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയില്ല. ദേശീയ വാർത്തകൾ. 74 കോടി ഡോസ് വാക്സിൻ ലഭ്യമാക്കാൻ നടപടി തുടങ്ങിയെന്ന് കേന്ദ്ര സർക്കാർ. 25 കോടി ഡോസ് കോവിഷീൽഡ് വാക്സിനും 19 കോടി ഡോസ് കോവാക്സിനും ഓർഡർ നൽകി. സെപ്റ്റംബറിൽ 30 കോടി ഡോസ് ബയോളജിക്കൽ വാക്സിനും രാജ്യത്തെത്തും. കോവിഡ് 3-ാം തരംഗം കുട്ടികളെ ബാധിക്കുമെന്ന് പഠന റിപ്പോർട്ടുകളില്ലെന്ന് എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ. 2-ാം തരംഗം കുട്ടികളെ നേരിയ തോതിലാണ് ബാധിച്ചത്. കുട്ടികൾക്ക് ഭാവിയിൽ ഗുരുതര അണുബാധയുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും എയിംസ് ഡയറക്ടർ.
നാലാമത് ദേശീയ സീറോ സർവേ ഈ മാസം ആരംഭിക്കുമെന്ന് ICMR. 6 വയസ്സിനും അതിനു മുകളിലുള്ളവരെയും സർവേയിൽ ഉൾപ്പെടുത്തും. പരിശോധനയ്ക്കായി 70 ജില്ലകളിലെ ആരോഗ്യ പ്രവർത്തകരുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കും. രാജ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കോവിഡ് പോസിറ്റിവിറ്റി 5% താഴെയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഒരാഴ്ചയ്ക്കിടെ 33% രോഗികൾ കുറഞ്ഞു. ആക്ടീവ് കേസുകളിൽ 65% കുറവുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. പഞ്ചാബിൽ കോവിഡ് ചികിത്സാ സാമഗ്രികൾ അടങ്ങിയ ഫത്തേ കിറ്റ് വാങ്ങിയതിൽ അഴിമതി ആരോപിച്ച് ആം ആദ്മി പാർട്ടി ലോക്പാലിനെ സമീപിച്ചു. പഞ്ചാബിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ അന്വേഷണം നടത്തണമെന്ന ആവശ്യം. ടെൻഡർ നടപടികളിൽ വ്യാപക അഴിമതിയെന്ന് ആം ആദ്മി നേതാവ് രാഘവ് ഛദ്ദ. കോവിഡ് 3ാം തരംഗത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുമായി ആന്ധ്രാപ്രദേശ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അമ്മമാർക്ക് വാക്സിൻ നൽകാൻ തീരുമാനം. അമ്മമാരുടെ പട്ടിക തയ്യാറാക്കാൻ മെഡിക്കൽ ഓഫീസർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കോവിഡ് സാഹചര്യത്തിൽ ഇടപെട്ട സുപ്രീം കോടതിക്ക് നന്ദി പറഞ്ഞ കേരളത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി. ചീഫ് ജസ്റ്റിസ് NV രമണയ്ക്ക് കത്തയച്ചത് തൃശൂർ കേന്ദ്രീയ വിദ്യാലയത്തിലെ ലിദ്വീന ജോസഫ്. രാജ്യത്തോടും ജനങ്ങളോടുമുള്ള വിദ്യാർത്ഥിനിയുടെ താത്പര്യത്തോടും മതിപ്പെന്ന് ചീഫ് ജസ്റ്റിസിന്റെ മറുപടി കത്ത്. ഫാമിലി മാൻ 2 സീരീസിനെതിരായ പ്രതിഷേധം തമിഴ്നാട്ടിൽ കനക്കുന്നു. പ്രദർശനം നിർത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിന് പിന്നാലെ ആമസോൺ ഉത്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം. സീരീസിൽ തമിഴ് വംശജരെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് പരാതി. സഹപ്രവർത്തകനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം CRPF ജവാൻ ആത്മഹത്യ ചെയ്തു. സംഭവം ജാർഖണ്ഡിലെ ഛത്ര ജില്ലയിൽ. രാജസ്ഥാൻ സ്വദേശി കല്ലൂറാം ഗുർജാർ, ഹരിയാന സ്വദേശി രവീന്ദ്രകുമാർ എന്നിവരാണ് മരിച്ചത്. തമിഴ്നാട് മുതുമലൈ കടുവ സംരക്ഷണ കേന്ദ്രത്തിലെ 28 ആനകളിൽ കോവിഡ് പരിശോധന നടത്തി. 9 സിംഹങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പരിശോധന. ആനകളുടെ സാമ്പിളുകൾ ഉത്തർപ്രദേശിലെ ഇന്ത്യൻ വെറ്ററിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിൽ ക്യാഷ് കൌണ്ടിംഗ് ഓഫീസിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് വിലയിരുത്തൽ. അഗ്നിശമന സേനയെത്തി തീ അണച്ചു. ആളപായമില്ല. അന്താരാഷ്ട്ര വാർത്തകൾ. ഇന്റർനെറ്റ് സർവീസായ ഫാസ്റ്റ്ലിയിലെ ക്ലൗഡ് സെർവറിൽ തകരാർ. സർക്കാർ വെബ്സൈറ്റുകളും അന്താരാഷ്ട്ര മാധ്യമ വെബ്സൈറ്റുകളും താത്കാലികമായി പണിമുടക്കി. സേവനം പുനഃസ്ഥാപിച്ചതായും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും ഫാസ്റ്റ്ലി. നിർബന്ധിത വാക്സിൻ നയത്തിനെതിരെ ടെക്സസിൽ പ്രതിഷേധം. ഹ്യൂസ്റ്റണിലെ ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത്. തിങ്കളാഴ്ചയ്ക്കകം ആശുപത്രി ജീവനക്കാർ വാക്സിനേഷൻ ഉറപ്പാക്കണമെന്നായിരുന്നു ഉത്തരവ്. ഓസ്ട്രേലിയയിൽ പുതിയിനം ദിനോസറിന്റെ ഫോസിലുകൾ കണ്ടെത്തി. ലോകത്ത് ഇതുവരെ തിരിച്ചറിഞ്ഞതിൽ ഏറ്റവും വലിയ ദിനോസർ വിഭാഗമാണിതെന്ന് അധികൃതർ. ഓസ്ട്രേലോ ടൈറ്റൻ കോപ്പറൻസിസ് എന്ന് പേര് നൽകി. കോവിഡിന്റെ 3ാം തരംഗ ഭീഷണിയിൽ ബ്രസീൽ. പ്രതിദിന മരണനിരക്ക് 2000-നോടടുത്തു. വാക്സിനേഷനിൽ വന്ന അലംഭാവവും ജാഗ്രത കുറവുമാണ് വ്യാപനം വർദ്ധിക്കാൻ കാരണമെന്ന് വിദഗ്ധർ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് നേരെ കയ്യേറ്റം. ദക്ഷിണ ഫ്രാൻസിലെ ഡ്രോമിൽ വെച്ച് യുവാവ് മുഖത്തടിച്ചു. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. കാനഡയിൽ മുസ്ലിം കുടുംബത്തിലെ 4 പേരെ ട്രക്ക് കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തെ തീവ്രവാദ ആക്രമണമായി പ്രഖ്യാപിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. മുസ്ലിം സമൂഹത്തോടൊപ്പം നിലകൊള്ളുന്നതായും ഇസ്ലാം വിരുദ്ധ വിദ്വേഷം അവസാനിപ്പിക്കണമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി. സംഭവത്തിൽ ലണ്ടൻ പൗരൻ നഥാനിയൽ വെൽറ്റ്മാൻ നേരത്തെ അറസ്റ്റിലായിരുന്നു. UN സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസ് തുടരും. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ നടന്ന വോട്ടെടുപ്പിൽ 2ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്പോർട്സ് ന്യൂസ്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആശ്വാസ ജയം. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക്. സുനിൽ ഛേത്രിക്ക് ഇരട്ട ഗോൾ. അയർലൻഡിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി നെതർലൻഡ്സ്. നിർണായകമായ 3ാം ഏകദിനത്തിൽ നെതർലൻഡ്സിന്റെ വിജയം 4 വിക്കറ്റിന്. അർദ്ധ സെഞ്ചുറി നേടിയ സ്റ്റീഫൻ നൈബർഗ് കളിയിലെ താരം. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഇന്ന് ഇക്വഡോർ പെറുവിനെ നേരിടും. ഗ്രൂപ്പ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള പെറുവിന് വിജയം അനിവാര്യം. മലയാളി താരം അനസ് എടത്തൊടിക ISLലേക്ക് തിരികെ എത്തും. ജംഷഡ്പൂർ FCയുമായി കരാറിലേർപ്പെടുക 2 വർഷത്തേക്ക്. താരം അവസാനമായി ജംഷഡ്പൂരിന് വേണ്ടി ബൂട്ടണിഞ്ഞത് 2018. ഇനി ജില്ലാ വാർത്തകൾ. പെട്രോൾ വില വർധനവിനെതിരെ AIYF സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കവടിയാർ പമ്പിന് മുന്നിൽ നടന്ന പ്രതിഷേധം AIYF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സജിലാൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയ DYFI പ്രവർത്തകർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണം. ആശുപത്രിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു.
ലോക്ഡൌൺ ലംഘിച്ച് സമരം നടത്തിയ 10 പേർക്കെതിരെ കേസെടുത്ത് തിരുവല്ല പോലീസ്. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ സമരം നടത്തിയ ഇടതുപക്ഷ തൊഴിലാളി യൂണിയൻ പ്രവർത്തകർക്കെതിരെയാണ് കേസ്. തിരുവല്ല ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു ഉപരോധ സമരം. പത്തനംതിട്ട ഞക്കുനിലത്ത് കോട പിടിച്ചെടുത്തു നശിപ്പിച്ചു. പ്ലാസ്റ്റിക് പീപ്പയിൽ ഒളിപ്പിച്ച് 35 ലിറ്റർ കോടയാണ് പിടികൂടിയത്. തൊഴിലുറപ്പ് ജോലിക്കിടെ കാട് തെളിച്ച തൊഴിലാളികളാണ് എക്സൈസിനെ വിവരമറിയിച്ചത്. ആലപ്പുഴ ജില്ലയിൽ 1197 പേർക്ക് കോവിഡ്, 1192 പേർക്ക് സമ്പർക്ക രോഗബാധ, 1521 പേർക്ക് രോഗമുക്തി. ആലപ്പുഴയിൽ AC റോഡ് നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ തീരുമാനം. പള്ളിക്കൂട്ടുമ്മ പാറക്കൽ പാലങ്ങൾ ആദ്യം പൊളിക്കും. ലോക്ഡൌണിന് ശേഷം പൈലിംഗ് തുടങ്ങാൻ തീരുമാനം. നടപ്പാക്കുന്നത് 672 കോടി രൂപയുടെ പദ്ധതി. കോട്ടയം കടുത്തുരുത്തി പഞ്ചായത്തിൽ ഓൺലൈൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഡിവൈഎഫ്ഐ കൊടികുത്തി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 2ാം വാർഡിൽ കിറ്റ് വിതരണം നടത്തിയത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ശരത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിനെതിരെ വ്യത്യസ്ത സമരവുമായി AIYF മുണ്ടക്കയം മണ്ഡലം കമ്മിറ്റി. പാള വലിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ശുഭേഷ് സുധാകരൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ 20 ലിറ്റർ വ്യാജമദ്യവും 300 ലിറ്റർ കോടയും പിടികൂടി. അടിമാലി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് നടപടി. ഇരുമ്പ് പാലം ചില്ലിത്തോട് സ്വദേശി കൃഷ്ണൻകുട്ടിയെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ പക്കൽ നിന്ന് വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. തൊടുപുഴ നഗരസഭയിൽ ചെള്ളുപനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. ജലവിതരണ പൈപ്പുകളിലേക്ക് അഴുക്കുവെള്ളം കലരുന്നത് ഒഴിവാക്കാൻ വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കും. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ താത്കാലിക MD-യായി എറണാകുളം ജില്ലാ കളക്ടറെ നിയമിച്ചു. S. സുഹാസിന്റെ നിയമനം നിലവിലെ MD VJ കുര്യൻ വിരമിക്കുന്ന ഒഴിവിലേക്ക്. മൂവാറ്റുപുഴ നഗരസഭയിലെ 14ാം വാർഡിൽ കോവിഡ് കെയർ അറ്റ് ഹോം പദ്ധതിക്ക് തുടക്കം. കൗൺസിലർ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്ക് വീടുകളിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതാണ് പദ്ധതി. തൃശൂർ ജില്ലയിൽ പിടിച്ചെടുത്ത സ്പിരിറ്റ് സാനിറ്റൈസറാക്കി വിതരണം ചെയ്ത് എക്സൈസ്. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പിടികൂടി 1000 ലിറ്റർ സ്പിരിറ്റ് 1240 ലിറ്റർ സാനിറ്റൈസറാക്കി മാറ്റുകയായിരുന്നു. ജില്ലാ കളക്ടർ S. ഷാനവാസ് ഡെപ്യൂട്ടി DMO K. സതീഷിന് സാനിറ്റൈസർ കൈമാറി. തൃശൂരിൽ സ്വർണ്ണമാല മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചാലഞ്ചിലേക്ക് സംഭാവന നൽകി 17കാരൻ. പുറനാട്ടുകര ഇടത്തറ വീട്ടിൽ ഷൈനാണ് ചെറുപ്പം മുതൽ സൂക്ഷിച്ചു വെച്ചിരുന്ന മാല സംഭാവനയായി കൈമാറിയത്. MLA സേവ്യർ ചിറ്റിലപ്പള്ളി മാല ഏറ്റുവാങ്ങി. പാലക്കാട് കോട്ടായി ഡിവിഷനിൽ കോവിഡ് ബാധിതർക്കായുള്ള സ്നേഹവാഹനം ദോസ്ത് ഓടിത്തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഭിലാഷ് തച്ചങ്കാടിന്റെ സൗഹൃദ കൂട്ടായ്മയിലാണ് പദ്ധതി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. പാലക്കാട് ജില്ലയിൽ 1284 പേർക്ക് കോവിഡ്, 798 പേർക്ക് സമ്പർക്ക രോഗബാധ, 1655 പേർക്ക് രോഗമുക്തി. ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി പാലക്കാട് മലമ്പുഴ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ. ആദിവാസി മേഖലയായ വലിയകാട് എല കുത്തൻപാറ ഊരിലാണ് കിറ്റ് വിതരണം ചെയ്തത്. 20 കുടുംബങ്ങൾക്കായി 14 ഇനങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ വിതരണം ചെയ്തത്. മലപ്പുറം ജില്ലയിൽ 2221 പേർക്ക് കോവിഡ്, 2070 പേർക്ക് സമ്പർക്ക രോഗബാധ, 4831 പേർക്ക് രോഗമുക്തി. കടൽക്ഷോഭത്തിലും കോവിഡ് ലോക്ഡൌണിലും ദുരിതമനുഭവിക്കുന്ന തീരദേശവാസികൾക്ക് സഹായവുമായി CPIM 10 മുറി ബ്രാഞ്ച് കമ്മിറ്റി. തീരദേശ കുടുംബങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TM സിദ്ദിഖ് നിർവഹിച്ചു. പരപ്പനങ്ങാടി ഉള്ളണം കൽപ്പുഴ നവീകരണ അഴിമതിയിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മുൻ സിഡ്കോ ചെയർമാൻ നിയാസ് പുളിക്കലകത്ത്. കൽപ്പുഴ വികസന ഫണ്ടിൽ 92 ലക്ഷം രൂപയുടെ അഴിമതി നടന്നെന്ന് ആരോപണം. കാറിൽ ചാരായം കടത്തുന്നതിനിടെ 2 പേരെ താമരശ്ശേരി എക്സൈസ് പിടികൂടി. ബൈജു, കൃഷ്ണദാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കട്ടിപ്പാറ, താമരശ്ശേരി മേഖലകളിൽ വ്യാജ ചാരായം വ്യാപകമായി വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. കോഴിക്കോട് കുണ്ടൂപ്പറമ്പിൽ സൗജന്യ പച്ചക്കറി ചന്ത ആരംഭിച്ചു. SFI ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചന്ത സംഘടിപ്പിച്ചത്. SFI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി T. അതുൽ ഉദ്ഘാടനം ചെയ്തു. ലോക്ഡൌണിൽ പ്രയാസത്തിലായി നിരവധി കുടുംബങ്ങൾക്ക് ചന്ത വഴി പച്ചക്കറി വിതരണം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി സഹോദരങ്ങളായ LKG 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ. കോഴിക്കോട് കുരുവട്ടൂർ പഞ്ചായത്തിലെ വെള്ളത്തോടി കുടുംബത്തിലെ വിദ്യാർത്ഥികളാണ് തുക കൈമാറിയത്. സമ്പാദ്യ കുടുക്കയിലെ 1 വർഷത്തെ തുകയാണ് നൽകിയത്. മന്ത്രി AK ശശീന്ദ്രൻ തുക ഏറ്റുവാങ്ങി. കോഴിക്കോട് എലത്തൂരിലെ തീവണ്ടിത്തോട്ടിൽ കണ്ടൽക്കാട് വെട്ടി നശിപ്പിച്ചുവെന്ന് പരാതി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കാട് നശിപ്പിച്ച് തോട് നികത്തിയെന്നാണ് പരാതി.
വയനാട് കണിയാമ്പറ്റയിൽ 35 ലിറ്ററോളം കർണാടക നിർമ്മിത മദ്യവുമായി യുവാവ് പിടിയിൽ. അമ്പലക്കുന്ന് വീട്ടിൽ കെ മണികണ്ഠനാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് കൽപ്പറ്റ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. വയനാട് മെഡിക്കൽ കോളേജ് PP യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാന്ത്വന സ്പർശം ക്യാമ്പയിനിന് തുടക്കം. കിടപ്പ് രോഗികളുടെ വീടുകളിൽ നേരിട്ട് ചെന്ന് വാക്സിൻ നൽകുന്ന പദ്ധതിയാണിത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ റഷീദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ, ആശാ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഴുവൻ വീടുകളിലും നെല്ല് വിളയിക്കാനുള്ള പദ്ധതിയുമായി കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത്. ഒരു പിടി വിത്ത് ഒരു പറ നെല്ല് പദ്ധതിയിലൂടെ കാർഷിക സ്വയം പര്യാപ്ത പഞ്ചായത്തായി മാറ്റുക ലക്ഷ്യം. കരനെൽ കൃഷിയിലൂടെ 6000-ഓളം കുടുംബങ്ങൾ സ്വന്തം വീട്ടുപറമ്പിൽ നെല്ല് വിതയ്ക്കും. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ മാഹിയിൽ മദ്യശാലകൾ തുറക്കേണ്ടതില്ലെന്ന് ലിക്കർ മെർച്ചന്റ്സ് അസോസിയേഷൻ. റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. കേരളത്തിനൊപ്പം മാത്രമേ ഇനി മാഹിയിലും മദ്യഷാപ്പുകൾ തുറക്കാൻ സാധ്യതയുള്ളൂ. കണ്ണൂർ കക്കാട് സ്പിന്നിംഗ് മിൽ പള്ളിക്കുന്ന് കനാൽ റോഡിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങി. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കും. അഡ്വക്കേറ്റ് ടി.ഒ. മോഹനന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് 454 പുതിയ കോവിഡ് കേസുകൾ. 445 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 1852 പേർക്ക് രോഗമുക്തി. കാസർഗോഡ് കള്ളാർ പഞ്ചായത്തിലെ കാപ്പുംകരയിൽ പാലം നിർമ്മാണം പൂർത്തിയായി. ചെക്ക് ഡാമും പാലവും പൂർത്തീകരിച്ചത് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി. 5 കോടി രൂപ ചെലവിലാണ് പാലത്തിന്റെ നിർമ്മാണം. സെൻട്രൽ ചിന്മയ മിഷൻ ട്രസ്റ്റ് കോവിഡ് ചികിത്സാ ഉപകരണങ്ങൾ നൽകി. കാസർഗോഡ് ചെങ്കള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് 2 ലക്ഷം രൂപ വില വരുന്ന ഉപകരണങ്ങൾ കൈമാറി. ചിന്മയ മിഷൻ കേരള റീജിയണൽ ഹെഡ് സ്വാമി വിവിക്താനന്ദ സരസ്വതിയിൽ നിന്ന് ആശുപത്രി അധികൃതർ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. 100 ന്യൂസ് തുടർന്നു. ഇനി എന്റർടൈൻമെന്റ് ന്യൂസ്. കരുവ് എന്ന ചിത്രത്തിന്റെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടു. വെബ് സീരീസിലൂടെ ശ്രദ്ധേയനായ വിനു മാത്യുവിന്റെ കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് റിലീസ് ചെയ്തത്. നവാഗതയായ ശ്രീഷ്മ ആർ മേനോനാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. തമിഴിൽ വീണ്ടും നായകനാകാൻ ഒരുങ്ങി കാളിദാസ് ജയറാം. പുതിയ ചിത്രം റൈസ് ഈസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ കൃതിക ഉദയനിധി സംവിധാനം ചെയ്യും. താന്യ രവിചന്ദ്രൻ നായികാവേഷത്തിലെത്തും. തിരുവനന്തപുരം ആക്കുളം കേന്ദ്രീയ വിദ്യാലയം ഒരുക്കിയ റേസ് ഓഫ് ഹോപ്പ് എന്ന പ്രാർത്ഥനാ ഗാനം ശ്രദ്ധേയമാകുന്നു. ഫാദർ സാജൻ മാത്യു തയ്യാറാക്കിയ മലയാള ഗാനത്തിന്റെ ഹിന്ദി പരിഭാഷയാണിത്. ഗാനം ആലപിച്ചിരിക്കുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന്. അരയാലില ഗ്ലാസ് ജാറിലിട്ട് ഗന്ധം ശ്വസിക്കുന്നത് ഓക്സിജൻ അളവ് വർദ്ധിപ്പിക്കുമെന്ന് വ്യാജ പ്രചാരണം. അരയാലില മെഡിക്കൽ ഓക്സിജന് പകരമായി ഉപയോഗിക്കാമെന്നതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല. പ്രചരിക്കുന്ന വാർത്ത വ്യാജം. 13,000 കോടിയിൽ തനിക്ക് ലഭിച്ചത് 32% മാത്രമെന്ന് വിവാദ വ്യവസായി നീരവ് മോദി കോടതിയിൽ പറഞ്ഞത് സത്യമാണോ? പരിശോധിക്കാം. വിവാദ വ്യവസായി നീരവ് മോദി ലണ്ടൻ കോടതിയിൽ പറഞ്ഞത് എന്ന പേരിൽ ഒരു കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കടന്നതല്ല, പുറത്താക്കപ്പെട്ടതാണ്. 13,000 കോടിയിൽ ലഭിച്ച പങ്ക് 32%. ബാക്കിയെടുത്തത് BJP നേതാക്കളുമെന്ന് നീരവ് മോദി പറഞ്ഞതായാണ് വാർത്തയിൽ. നിരവധി പേരാണ് കുറിപ്പ് ട്വിറ്ററിൽ പങ്കുവച്ചത്. എന്നാൽ ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ വ്യാജമാണ്. വാർത്താമാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കുറിപ്പിനൊപ്പം പ്രചരിക്കുന്ന ഓൺലൈൻ മാധ്യമത്തിന്റെ സ്ക്രീൻഷോട്ടും യഥാർത്ഥമല്ലെന്ന് കണ്ടെത്തി. ഇനി നാളെ അറിയാം. KSRTC ദീർഘദൂര ബസ്സുകൾ നാളെ മുതൽ സർവീസ് നടത്തും. ആദ്യ സർവീസ് യാത്രക്കാർ കൂടുതലുള്ള റൂട്ടുകളിൽ. ഇരുന്ന് മാത്രം യാത്രയ്ക്ക് അനുമതി. ടിക്കറ്റ് റിസർവേഷന് സൗകര്യമൊരുക്കും. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 40 ദിവസത്തേക്ക് കേരള തീരത്ത് യന്ത്രവത്കൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് അനുമതിയില്ല. തൊഴിലാളികൾക്ക് പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കാം. സംസ്ഥാനത്ത് നാളെ റേഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. വിതരണ സോഫ്റ്റ്വെയറിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതിനാലാണ് നാളെ മുടക്കം. ഈ മാസത്തെ റേഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ പുനരാരംഭിക്കും. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് നാളെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രതിഷേധ സമരം. എറണാകുളം മേഖല യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ നാളെ കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപം വാഹനം തടയൽ സമരം നടത്തും. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. ജയിലിൽ പ്രത്യേക ഭക്ഷണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒളിമ്പ്യൻ സുശീൽ കുമാർ സമർപ്പിച്ച ഹർജി കോടതി നാളെ പരിഗണിക്കും. പ്രോട്ടീൻ ഷേക്കും വ്യായാമ ഉപകരണങ്ങളും വേണമെന്നാവശ്യം. ഹർജി സമർപ്പിച്ചത് ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മാജിസ്ട്രേറ്റ് കോടതിയിൽ.